ഈ കോന്നി കുളത്തുമണ്ണിൽ കാട്ടാനാക്രമണം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്തെ കൃഷികളൊക്കെ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. കാട്ടാന ശല്യം തടയുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള നാട്ടുകാരുടെ പരാതിയും കൂടുതൽ ശക്തമാവുകയാണ്. ശ്രീരാജ് ബാബുവിന്റെ വിവരങ്ങളുമായിട്ട്. ശ്രീരാജ്, ഈ പറയുന്നത് പോലെ ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ പ്രദേശത്ത് നിന്ന് നേരത്തെയും എത്രയോ വാർത്തകൾ വന്നിരുന്നു. എത്രയോ വട്ടം അവിടെ കാട്ടാന സാന്നിധ്യമൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പക്ഷേ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ, തടയിടാൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതും നാട്ടുകാർ ഇത്ര ഉച്ചത്തിൽ പരാതികൾ ഉയർത്തിവിടുന്ന സാഹചര്യത്തിൽ പോലും. തീർച്ചയായും ചെയ്തു. അങ്ങനെ തന്നെയാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖല. അവിടെയുള്ള ആളുകൾ ഇത്തരത്തിൽ വന്യമൃഗശല്യം കാരണം പൊറുതി മുട്ടിയിട്ട് പതിറ്റാണ്ടുകളായി. ഇതുവരെയും ശാശ്വതമായൊരു പരിഹാരം കാണാൻ വനം വകുപ്പ് അധികാരികൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, മലയോര മേഖലകളിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കൃഷി തന്നെയാണ്. കർഷകരാണ് കൂടുതൽ ആളുകളും അവിടെ ഉള്ളത്. അവർക്കാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ആനയ്ക്ക് പുറമെ കുരങ്ങും കാട്ടുപന്നിയും അടക്കം ഇത്തരത്തിൽ ഇവരുടെ കൃഷി നശിപ്പിക്കുന്നത് നിത്യ സംഭവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോന്നി കുളത്തുമണ്ണിലാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി വാഴത്തോട്ടം നശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ആളുകളുടെ നടവഴിയും, പ്രധാനപ്പെട്ട നടവഴിയും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭാഗ്യവശാൽ ആളുകൾക്കാർക്കും തന്നെ ഇതിൽ പരിക്കുകൾ ഏറ്റിട്ടില്ല. ആളുകൾക്ക് നേരെ ഇതുവരെയും കാട്ടാനയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോന്നി കുളത്തുമണ്ണിന് പുറമെ കല്ലേലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമാണ്. അവിടെയുള്ള ആളുകളെല്ലാവരും തന്നെ നിരന്തരമായി വനം വകുപ്പ് അധികാരികളോട് പരാതി പറയുകയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ വനം വകുപ്പ് അധികാരികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ കാട്ടാന അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും കാട്ടാനയെ തിരികെ വനത്തിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം നടത്തുകയും പേരിന് നടത്തുമെങ്കിൽ പോലും ശാശ്വതമായി ഒരു പരിഹാരം കാണാൻ. കോന്നി കുളത്തുമണ്ണിലാണ് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായത്. തുടരെ മലയോര മേഖലകളിലൊക്കെ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമാകുന്നുണ്ട്.